ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ നാലാമത്തെ ആയത്ത്. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون والذين يؤمنون بما എന്ന് നീട്ടാനുണ്ട്. നീട്ടൽ നിർബന്ധമല്ല, ജായിസാണ്, അനുവദനീയാണ്. നീട്ടുന്നുണ്ടെങ്കിൽ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യുഅ്മിനൂന ബിമാ എന്ന് മതി. ഊസില അവിടെ നേരത്തെ പറഞ്ഞ ഇഖ്ഫ ആണ്, മറച്ച് മണിച്ച് ആണ് ഓതേണ്ടത്. ഊസില നൂനിനെ മറക്കുന്നു, മണിക്കുന്നു. ഊസില ഇലൈക വമാ ഇവിടെയും നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള മദ്ദുണ്ട് നീട്ടാൻ. ഊസില സെയിം നിയമം, ഇഖ്ഫ റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഇലൈക് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അക്ഷരങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഖ എന്നും ഖാഫ് എന്നൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക് അവിടെയും ഇഖ്ഫ ഉണ്ട്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. താങ്കൾക്ക് അവതീർണമായതിലും താങ്കൾക്ക് മുമ്പ് അവതീർണമായതിലും വിശ്വസിക്കുന്നവരും അന്ത്യനാളിനെക്കുറിച്ച് ദൃഢബോധ്യമുള്ളവരുമാണവർ. മുത്തക്കികളുടെ നാലാമത്തെ സവിശേഷത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണവർ എന്നതാണ്. ഖുർആനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. പടച്ചവന്റെ വർത്തമാനമാണ് ഖുർആൻ. അവൻ്റെ വചനങ്ങൾ അവനിൽ നിന്ന് കേട്ട ശേഷം മലക്ക് ജിബ്രീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതി കേൾപ്പിച്ചതാണത്. പടച്ചവനിൽ നിന്നുണ്ടാവുന്ന അവൻ്റെ വചനങ്ങളെ അവൻ്റെ സൃഷ്ടിയായല്ല, ആവിഷ്കാരമായാണ് വിശ്വാസി മനസ്സിലാക്കുന്നത്. അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് അള്ളാഹു വർത്തമാനം പറയുകയാണ് ഖുർആനിലൂടെ ചെയ്യുന്നത്. പ്രവാചകനിലൂടെ ഖുർആനിൻ്റെ അവതരണം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അതിലൂടെയുള്ള പടച്ചവന്റെ വർത്തമാനം അവസാന നാൾ വരെയുള്ള മനുഷ്യരോടെല്ലാമാണ്. നാഥൻ്റെ ആ വർത്തമാനം യഥാരൂപത്തിൽ ആസ്വദിക്കാൻ കഴിയുക ഗൈബിൽ വിശ്വസിക്കുന്ന മുത്തക്കികൾക്കാണ്. ആ വർത്തമാനം എന്നും പുതുമയുള്ളതായിരിക്കും അവർക്ക്. ഓരോ തവണ അത് കേൾക്കുമ്പോഴും അവർക്ക് അതിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള മാർഗദർശനങ്ങൾ ലഭിക്കും. മുത്തക്കികൾക്ക് ഒരു പഴയ ഗ്രന്ഥമല്ല ഖുർആൻ. തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നതിനായി തങ്ങളുടെ നാഥൻ തങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണത്. ആദി മാതാപിതാക്കളുടെ മക്കളായ മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നുവെന്നും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും മുന്നറിയിപ്പ് നൽകുന്നതിനും വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിതരായതെന്നും അങ്ങനെ നിയോഗിതരായ പ്രവാചകന്മാരിലൂടെ ഗ്രന്ഥം അവതരിപ്പിച്ചത് അവർക്കിടയിലുള്ള ഭിന്നതയിൽ തീർപ്പ് കൽപ്പിക്കുവാനായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാം അധ്യായം 123 സൂക്തത്തിലൂടെ നന്മ തിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനായാണ് പടച്ചവൻ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നർത്ഥം. മുത്തക്കിയുടെ ജീവിതത്തിലെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് വെളിപാടുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക എന്നാൽ ഈ വെളിപാടിലുള്ള വിശ്വാസമാണ്. കേവലം കിതാബ് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. സകല കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവും വഴികാട്ടിയും കാരുണ്യവും സമർപ്പിതർക്ക് സദ്വർത്തമാനവുമായാണ് നാം താങ്കൾക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന ദൈവവചനത്തോടൊപ്പം 16-ാം അധ്യായത്തിലെ 89 സൂക്തം ഖുർആനിൻ്റെ സമാഹരണവും പാരായണവും വിവരണവുമെല്ലാം തൻ്റെ ബാധ്യതയാണെന്ന പടച്ചവൻ്റെ പ്രഖ്യാപനവും 75-ാം അധ്യായം
17, 18, 19 സൂക്തങ്ങൾ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഖുർആനിൻ്റെ വിവരണമായ പ്രവാചക ജീവിതവും ദൈവികമായ വെളിപാടുകളുടെ വെളിച്ചത്തിലുള്ളതാണെന്ന് മനസ്സിലാവും. സാരോപദേശത്തിനായി കിതാബിനോടൊപ്പം ഹിക്മത്തും അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 16-ാം അധ്യായം 44-ാമത് സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ലെന്നും വ്യക്തമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും 53-ാമത് അധ്യായത്തിലെ 3-4 സൂക്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് പടച്ചവനാണ്. ഖുർആനിലുള്ളത് അള്ളാഹുവിൻ്റെ വർത്തമാനമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വെളിപാടുകൾ പ്രകാരമുള്ള അതിൻ്റെ വിശദീകരണമാണ്. രണ്ടും വെളിപാടുകൾ തന്നെ. ഈ വെളിപാടുകളാണ് മുത്തഖിയുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി. നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും അത്യന്തികമായി തീരുമാനിക്കുന്നത് അവയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മുമ്പ് അവതീർണമായവയിലും വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ മുത്തഖിയാവുകയുള്ളൂ. അയാളുടെ 5-ാമത്തെ സവിശേഷതയാണത്. മദീനയിലെ വേദക്കാരുടെ മുമ്പിലാണ് ഈ വചനങ്ങൾ അവതീർണമാകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇസ്രായേല്യർ മാത്രമാണ് എന്ന ജൂത സങ്കുചിതത്വത്തിൻ്റെയും യേശുവിലൂടെ മാത്രം നിത്യജീവൻ എന്ന ക്രൈസ്തവ സങ്കുചിതത്വത്തിൻ്റെയും മുന്നിലാണ് സകല ദൂതന്മാർക്കും അവതീർണമായവയിൽ മുഴുവൻ വിശ്വസിക്കുക എന്ന എല്ലാവർക്കും സ്വീകാര്യമാവേണ്ട തത്വം ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. മോശയെയോ യേശുവിനെയോ നിഷേധിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണമെന്നല്ല. അവരെയും മറ്റ് പ്രവാചകന്മാരെയും എല്ലാം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കണമെന്നാണ് ഖുർആന് പറയാനുള്ളത്. ദാവൂദ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവർക്ക് സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ എന്നീ ഗ്രന്ഥങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചതാണ്. മറ്റു ചില പ്രവാചകന്മാർക്കും ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഇബ്രാഹിമിൻ്റെയും മൂസയുടെയും ഏടുകളെക്കുറിച്ചും 87-ാം അധ്യായത്തിലെ 19-ാം സൂക്തം, യഹ്യായുടെ ഗ്രന്ഥത്തെക്കുറിച്ചും 19-ാം അധ്യായത്തിലെ 12-ാമത് സൂക്തം ഖുർആനിൽ തന്നെ പരാമർശങ്ങളുണ്ട്. ഇവയെല്ലാം ദൈവികമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്കേ മുത്തഖിയാവാനാവൂ. വേദഗ്രന്ഥങ്ങളെല്ലാം അവ ആർക്ക് അവതീർണമായവയാണെങ്കിലും സത്യസമ്പൂർണങ്ങളായിരുന്നുവെന്ന് വിശ്വസിക്കേണ്ടവനാണ് മുത്തഖി. പക്ഷേ ഈ വിശ്വാസം അവയുടെ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന പുസ്തകങ്ങൾക്കുള്ള അംഗീകാരമല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പുസ്തകങ്ങൾ എഴുതുകയും അവയെ ദൈവികമെന്ന് വിളിക്കുകയും ചെയ്തവർക്ക് നാശമാണെന്ന് ഈ അധ്യായത്തിൽ തന്നെ ഏതാനും വചനങ്ങൾക്ക് ശേഷം 2-ാം അധ്യായത്തിലെ 79-ാം വചനം അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളെ അവയുടെ വിശുദ്ധിയിൽ അംഗീകരിക്കുകയും കളങ്കങ്ങളെ നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് ഖുർആനിൻ്റെ നിലപാട്. അതുതന്നെയായിരിക്കും മുത്തഖിയുടെ നിലപാടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കണമെന്ന് സൂചിപ്പിച്ച ശേഷമാണ് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടവയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കളങ്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആനിൻ്റെ പലയിടങ്ങളിലായുള്ള പ്രസ്താവനകൾ ഇതോട് ചേർത്ത് വായിക്കണം. ആ വേദങ്ങളുടെ എല്ലാം സംരക്ഷകനാണ് ഖുർആൻ എന്ന അതിൻ്റെ അവകാശവാദം 5-ാം അധ്യായം 48-ാമത് സൂക്തം. ആ അവകാശവാദം ശരിയാണെന്ന് വേദഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്നവയും ഖുർആനും തമ്മിൽ താരതമ്യം ചെയ്താൽ ബോധ്യമാകും. മനുഷ്യരുടെ കരങ്ങളാൽ വേദഗ്രന്ഥങ്ങളിലെ വരികൾ മാത്രമേ തിരുത്തപ്പെട്ടിട്ടുള്ളൂ. അവയിലെ അടിസ്ഥാനാശയങ്ങളെല്ലാം ഖുർആനിലൂടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൻ്റെ കണ്ണടയിലൂടെ നോക്കിയാലാണ് അവയിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയുക. അവയിൽ ഖുർആനുമായും നബിവചനങ്ങളുമായും യോജിച്ചു വരുന്നവയുണ്ട്. അവയെല്ലാം സ്വീകാര്യമാണ്. അവ സത്യസന്ധമാണെന്ന് അംഗീകരിക്കുന്നവനാണ് മുത്തഖി. അവ രണ്ടിനോടും എതിരായ പരാമർശങ്ങളും വേദങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലും ഉണ്ടാവാം. അവ നിരാകരിക്കുവാൻ മുത്തഖിയുടെ പൂർവ്വവേദങ്ങളിലുള്ള വിശ്വാസം അവന് തടസ്സമാവുന്നില്ല. ഖുർആനിലും നബിവചനങ്ങളിലും ഒന്നും പരാമർശിക്കാത്ത വിഷയങ്ങളിലുള്ള 3-ാമത്തെ വിഭാഗം വേദപരാമർശങ്ങളെ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാത്ത നിലപാടായിരിക്കും മുത്തഖിയുടേത്. അതേക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിഷ്കർഷിച്ചത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്,
വേദക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളവരെ സത്യമാക്കുകയോ കളവാക്കുകയോ ചെയ്യാതെ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുക. അന്ത്യനാളിൽ ദൃഢബോധ്യമുള്ളവരായിരിക്കുമെന്നതാണ് മുത്തഖീകളുടെ 6ാമത്തെ സവിശേഷത. ഗൈബിലുള്ള വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് അന്ത്യനാളിലും പുനരുത്ഥാനത്തിലും സ്വർഗനരകങ്ങളിലുമെല്ലാമുള്ള വിശ്വാസം. എന്നിട്ടും എന്തേ ഇവിടെ പ്രത്യേകമായി അന്ത്യനാളിലുള്ള വിശ്വാസം എടുത്തു പറയാൻ കാരണം? അന്ത്യനാളിൽ വിശ്വാസമുള്ളവരായിരിക്കുമെന്നല്ല മുത്തഖിയുടെ സവിശേഷതയായി എണ്ണിയിരിക്കുന്നത് എന്നാണ് അതിനുത്തരം. ഇതുവരെ പറഞ്ഞിരുന്നത് വിശ്വാസമായിരുന്നു. ആഖിറത്തിൽ വിശ്വാസം മാത്രമല്ല, യഖീനുമുള്ളവരായിരിക്കും മുത്തഖികൾ എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. യാ ഖാഫ് നൂൻ അക്ഷരത്രയങ്ങളിൽ നിന്നാണ് യഖീൻ ഉണ്ടായിരിക്കുന്നത്. ദൃഢമായ ബോധ്യത്തെയാണ് ഈ അക്ഷരത്രയം സൂചിപ്പിക്കുന്നത്. സംശയലേശമില്ലാതെയുള്ള ബോധ്യമാണത്. കാണുന്നില്ലെന്നേയുള്ളൂ, പക്ഷേ കാണുന്നത് പോലെയുള്ള ബോധ്യമാണ് ആഖിറത്തിന്റെ കാര്യത്തിൽ മുത്തഖികൾക്കുണ്ടാവുക. യൂഖിനൂൻ എന്ന് നിരവധി തവണ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 118-ാമത് സൂക്തം, 5-ാം അധ്യായം 50-ാം സൂക്തം, 27-ാം അധ്യായം 3-ാമത് സൂക്തം, 27-ാം അധ്യായം 82-ാമത് സൂക്തം, 30-ാം അധ്യായം 60-ാമത് സൂക്തം, 31-ാമത് അധ്യായം 4-ാം സൂക്തം, 32-ാമത് അധ്യായം 24-ാം സൂക്തം, 45-ാം അധ്യായം 4-ാം സൂക്തം, 45-ാമത് അധ്യായം 20-ാമത് സൂക്തം, 52-ാമത് അധ്യായം 36-ാമത് സൂക്തം. ദൃഢബോധ്യമുള്ളവനെന്ന അർത്ഥത്തിൽ മൂക്കിനൂൻ എന്നോ മൂക്കിനീൻ എന്നോ ഉള്ള പ്രയോഗങ്ങൾ ഇവ കൂടാതെയുമുണ്ട്. 32-ാമത് അധ്യായത്തിലെ 12-ാമത് സൂക്തം, 6-ാമത് അധ്യായത്തിലെ 75-ാമത് സൂക്തം, 26-ാം അധ്യായത്തിലെ 24-ാം സൂക്തം, 44-ാം അധ്യായത്തിലെ 7-ാമത് സൂക്തം, 51-ാമത് അധ്യായത്തിലെ 20-ാം സൂക്തം. സംശയലേശമില്ലാത്ത ബോധ്യത്തെയാണ് എല്ലായിടത്തും അർത്ഥമാക്കിയിരിക്കുന്നത്. മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതം വന്നാൽ കാണാമെന്ന് വിചാരിക്കാവുന്ന കാര്യമല്ല. അത് ഉണ്ട് എന്നവൻ ഉറപ്പാണ്. പുനരുത്ഥാനവും വിചാരണയും സ്വർഗവും നരകവും അല്ലാഹുവുമായുള്ള കണ്ടുമുട്ടലും എല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവൻ ലവലേശം സംശയമില്ല. മരണാനന്തര ജീവിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിവിടെ നല്ല നിലയിൽ ജീവിക്കാം, ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമല്ലോ, ഇല്ലെങ്കിലും നഷ്ടമൊന്നുമില്ലല്ലോ എന്ന ചിന്തയുടെ ലാഞ്ചന പോലും അവനുണ്ടാവുകയില്ല. പരലോകമുണ്ടോ എന്ന് ശങ്കിക്കുന്ന ഒരു നിമിഷവും അവനിലുണ്ടാവുകയില്ല. ആ ഉറപ്പാണ് അവൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നത്. തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നാൽ മുറ്റം കാണുമെന്നത് എത്രത്തോളം ഉറപ്പാണോ അത്ര തന്നെ ഉറപ്പാണ് അവന് മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതം കഴിഞ്ഞാൽ പുനരുത്ഥാനമുണ്ടാവുമെന്നത്. അതുകൊണ്ട് തന്നെ മരണം അവന് ഒരു വാതിൽ മാത്രമാണ്, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വാതിൽ. എന്തുകൊണ്ടായിരിക്കും മുമ്പ് അവതീർണമായതിൽ വിശ്വസിക്കുന്നവരാണവർ എന്ന് പറഞ്ഞയുടനെ അന്ത്യനാളിൽ ദൃഢബോധ്യമുള്ളവരായിരിക്കും എന്നുകൂടി പറയാൻ കാരണം? വേദക്കാർക്ക് മുഴുവൻ സംഭവിച്ച പാളിച്ചകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമയുമായി അള്ളാഹു നടത്തിയ പ്രാഥമിക സംഭാഷണത്തിൽ തന്നെ അന്ത്യനാളിനെ പറ്റിയുള്ള ഉത്ബോധനം നൽകിയതായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിലെ 15-16 സൂക്തങ്ങളിലൂടെ ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് നൽകിയ ദൈവിക വെളിപാടുകളിലും അന്ത്യനാളിനെയും അവിടുത്തെ രക്ഷാശിക്ഷകളെയും കുറിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിലെ 56-57 ആയത്തുകളിലൂടെ. എന്നാൽ പിൽക്കാലത്ത് വേദക്കാരിൽ നിന്ന് പരലോക വിശ്വാസം ഏകദേശം പൂർണ്ണമായി തന്നെ ഇല്ലാതായി എന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ മുമ്പ് അവതീർണമായതിൽ വിശ്വസിക്കുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായതിലും വിശ്വസിച്ചുകൊണ്ട് മുത്തഖിയായി തീരുമ്പോൾ അവർക്കകത്ത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം സംശയലേശമില്ലാത്ത രൂപത്തിൽ രൂഢമൂലമാക്കേണ്ടതുണ്ട്. തങ്ങൾ വിശ്വസിച്ചിരുന്ന വേദങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കാത്തതാണ് അത്. ഇന്ന് നിലവിലുള്ള തോറയിലെ 5 പുസ്തകങ്ങളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. ദാവീദിൻ്റെതായി അറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകത്തിലും
പരലോക ജീവിതത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. പ്രവാചക പുസ്തകങ്ങളിൽ ആകെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മാത്രമാണ് പുനരുത്ഥാനത്തെക്കുറിച്ചും അവ്യക്തമെങ്കിലും ചില പരാമർശങ്ങൾ ഉള്ളത്. അതിൻ്റെ 12-ാം അധ്യായത്തിൽ രണ്ടാം ക്ഷേത്രകാലം അഥവാ സെക്കൻഡ് ടെമ്പിൾ പീരീഡ് എന്നറിയപ്പെടുന്ന ക്രിസ്തുവിന് മുമ്പ് 516 മുതൽ 70 വരെയുള്ള കാലത്തുണ്ടായിരുന്ന 3 ജൂത വിഭാഗങ്ങളിൽ ഫരിസേയർ മാത്രമാണ് പരിമിതമായ രൂപത്തിലെങ്കിലും പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത്. സദൂക്യന്മാരും എസ്സേനിയന്മാരും അത്തരം വിശ്വാസങ്ങളുള്ളവരായിരുന്നില്ല. പ്രസിദ്ധ യഹൂദ പണ്ഡിതനായ മൈമോനിഡസ് തൻ്റെ തോറ വ്യാഖ്യാനത്തിൽ പറയുന്ന 13 ജൂത തത്വങ്ങളിൽ ഒന്ന് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് എന്ന് ശരിയാണ്. പക്ഷേ പരലോക വിശ്വാസം ഒരു പ്രധാന കാര്യമായി പോലും ജൂതപാഠങ്ങളിൽ എവിടെയുമില്ല. മരണാനന്തരം ആത്മാക്കളെല്ലാം ഇരുണ്ട ശീയോളിലേക്ക് പോകുമെന്നും നല്ലവരെ ഗാൻ ഏദനിലേക്കും ചീത്തയാളുകളെ ഗഹന്നയിലേക്കുമെല്ലാം പറഞ്ഞയക്കുമെന്നുമെല്ലാമുള്ള വിശ്വാസങ്ങൾ ജൂത കഥകളിലുണ്ടെങ്കിലും പുരോഹിതന്മാർ പോലും അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഈ ജീവിതം സുഖകരമാക്കുക എന്നതാണ് തോറയുടെ സന്ദേശമെന്നാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജൂത റബ്ബിമാർ പറയുക. ക്രൈസ്തവരുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വിഭിന്നമല്ല. സുവിശേഷങ്ങളിലെ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ വളരെ പരിമിതമായി മാത്രമേ മരണാനന്തര ജീവിതം കടന്നു വരികയുള്ളൂ. മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചിരുന്ന സദൂക്യന്മാരിൽ ഒരാളുമായി നടത്തുന്ന സംഭാഷണത്തിൽ യേശു അയാളെ ഖണ്ഡിക്കുന്ന രംഗമാണ് ഒന്ന്. മത്തായിയുടെ സുവിശേഷം 22, 23, 33. ആളുകൾ കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കൂ എന്ന് പഠിപ്പിക്കുന്ന രംഗമാണ് മറ്റൊന്ന്. മത്തായി സുവിശേഷം 6, 1 മുതൽ 21 വരെ. നരകത്തിൽ പോകാതിരിക്കാനായി പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെടുന്നതാണ് വേറെ ഒരെണ്ണം. മാർക്കോസ് 9, 42 മുതൽ 50 വരെ. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട പുതിയ നിയമപരാമർശങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച വീക്ഷണ വ്യത്യാസങ്ങൾ ആദ്യകാലം മുതൽ തന്നെ സഭയിലുണ്ടായിരുന്നുവെന്നാണ് സഭാ ചരിത്രം വായിച്ചാൽ മനസ്സിലാവുക. ക്രിസ്തുവിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമായ നിഖ്യാപ്രമാണത്തിൽ പുനരുത്ഥാനത്തെയും വിചാരണയെയും രക്ഷാശിക്ഷകളെയും കുറിച്ചെല്ലാമുള്ള പരാമർശങ്ങളുണ്ടെങ്കിലും സഭകളുടെ പഠനങ്ങളിൽ ഒരിക്കലും അതൊരു പ്രധാന വിഷയമേ ആയിട്ടില്ല. കത്തോലിക്ക സഭ മുതൽ യഹോവ സാക്ഷികൾ വരെയുള്ളവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണമായിരിക്കുന്നത് അതേക്കുറിച്ച് അടിസ്ഥാന പാഠങ്ങൾ പ്രമാണങ്ങളിലില്ലാത്തതുകൊണ്ടാണ്. പാപികൾക്ക് ശാശ്വത നരകം എന്ന കത്തോലിക്ക പാഠം അതിൻ്റെ അടിസ്ഥാന മതപാഠ പുസ്തകത്തിൽ നിന്ന് നീക്കി പാപി ദൈവത്തിൽ നിന്ന് നിഷ്കാസിതനാവുന്നതാണ് നരകം എന്ന് വ്യാഖ്യാനിച്ചത് 992 പതിപ്പിലാണ്. പരലോകം എങ്ങനെയാണെന്ന് ഇപ്പോഴും കൃത്യമായ തീർപ്പിലെത്താൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. വേദക്കാരെന്ന് അവകാശപ്പെടുന്നവരെല്ലാം വിസ്മരിച്ചതോ ഗൗരവത്തിലെടുക്കാത്തതോ ആയ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അവർ ആദരിക്കുന്ന ദൈവദൂതന്മാരെല്ലാം ശക്തമായി പഠിപ്പിച്ചതാണ്. അവരുടെ കൈകടത്തലുകൾ കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ പോലും അതേക്കുറിച്ച പരാമർശങ്ങൾ വളരെ വിരളമാണ്. അങ്ങനെ എല്ലാ മുത്തക്കികൾക്ക് മാർഗദർശനം ചെയ്യുന്ന ഗ്രന്ഥം അതിൻ്റെ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ച പരാമർശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് അവതീർണമായതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന മുത്തക്കികളെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെയുള്ള അന്ത്യനാളിനെക്കുറിച്ച് ദൃഢബോധ്യമുള്ളവർ കൂടിയാണ് അവർ എന്ന വർത്തമാനം ഏറെ പ്രസക്തമാണ്. വേദങ്ങളെല്ലാം പഠിപ്പിക്കുകയും എന്നാൽ വേദക്കാരെന്ന് അവകാശപ്പെടുന്നവർ അവഗണിക്കുകയും ചെയ്ത മരണാനന്തര ജീവിതത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് മുത്തക്കിയാകുവാനും അതുവഴി ദൈവിക ഗ്രന്ഥത്തിൽ നിന്നുള്ള മാർഗദർശനത്തിന് അർഹമാകുവാനും കഴിയൂ. വേദക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർക്കുള്ളതുപോലെയുള്ള കടലാസിൽ മാത്രമുള്ള ഒരു കേവല വിശ്വാസമല്ല മുത്തക്കികൾക്ക് പരലോക വിശ്വാസം. സംശയലേശമില്ലാത്ത ദൃഢബോധ്യമാണത്.